യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മർക്കോസ് സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. കവർന്ന ഭൂമിയിലെ ഒരു ഭവനമാണ് ഇതിൻ്റെ പശ്ചാത്തലം. യേശു കർത്താവ് ആ ഭവനത്തിലുണ്ടെന്ന് സ്തുതിയായി അതറിഞ്ഞ ജനങ്ങളെല്ലാം തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടിക്കൂടി. ആ ഭവനം ആളുകളെ കൊണ്ട് നിറഞ്ഞു. വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം ജനങ്ങൾ കർത്താവിനെ ചുറ്റിപ്പറ്റി നിന്നു. ഈ സമയം 4 പേർ പക്ഷവാതക്കാരനായ ഒരുവനെ കർത്താവിൻ്റെ അടുക്കൽ എത്തിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ യാതൊരു വഴിയും കാണായികയാൽ അവർ ആ ഭവനത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് പക്ഷവാതക്കാരനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഇറക്കി വെച്ചു. ഇന്നത്തെ പോലെ ബലവത്തായ ഭവനങ്ങളായിരുന്നില്ല അവിടുത്തെ ഭവനങ്ങൾ. പൊളിച്ചു മാറ്റാൻ എളുപ്പമുള്ള നിലയിലാണ് അതിൻ്റെ മേൽക്കൂര പണിതിരുന്നത്. ആ പക്ഷവാതക്കാരനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഇറക്കി വെച്ചപ്പോൾ കർത്താവ് അവനോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു, നീ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞ് അവനെ വിടുതൽ കൊടുത്തു. അവൻ കിടക്കയെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകാനായിട്ട് ഇടയായി. കർത്താവിൻ്റെ അടുക്കൽ വന്നവരാരും നിരാശരായി പോകാൻ ഇടയായിട്ടില്ല. കർത്താവിൻ്റെ അടുക്കൽ വന്ന ഏത് പാപിയെയും അവൻ്റെ പാപത്തെ മോചിക്കുവാനും അവനെ സൗഖ്യമാക്കുവാനും ദൈവം ഇന്നും മനസ്സ് കാണിക്കുന്നവനാണ്. എന്നാൽ നാം കർത്താവിൻ്റെ അടുക്കൽ എത്തുന്നതിന് തടസ്സമായിട്ട് അനേക ശക്തികളുണ്ട്. ദൈവജനത്തിനെതിരായി ആ സാത്താന്യ ശക്തികൾ ഇന്നും ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തലമുറകളിലേക്ക് വ്യാപിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി തടയുന്നതിനാണ് ഇന്ന് സാത്താൻ ശ്രമിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തിനായി കരുതിയിരിക്കുന്ന സന്തോഷം, സമാധാനം എന്നിവ തകർക്കണമെന്ന് സാത്താൻ ആഗ്രഹിക്കുന്നു. ഒരുവൻ യേശുവിലേക്ക് അടുക്കുമ്പോൾ ആ ബന്ധത്തെ തടയുവാൻ സാത്താൻ തനിക്ക് കഴിയുന്നെല്ലാം ചെയ്യും. എന്നാൽ ശത്രുവിൻ്റെ ശക്തിയെ തകർത്ത് മുന്നേറുവാൻ നമുക്ക് സാധിക്കും. യേശു എവിടെയൊക്കെ ഇരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവപ്രവൃത്തി ഉണ്ടായിട്ടുണ്ട്. എവിടെയൊക്കെ യേശു കൊണ്ടോ ജനം ആ തങ്കിലേക്ക് ആകർഷിക്കപ്പെട്ടു. യേശു കർത്താവ് ഉള്ളിടത്ത് ജനം നിശ്ചയമായും വിടിയിക്കപ്പെടുകയും ചെയ്യും. കർത്താവിൻ്റെ അടുക്കൽ എത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന സകല മേൽക്കൂരകളെയും നാം പൊളിച്ച് നീക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളതാണെന്ന് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തോട് പോരാടുവാൻ നമുക്ക് ഭൗതിക ശക്തി കൊണ്ട് സാധിക്കുകയില്ല. എന്നാൽ കോട്ടകൾ ഇടിപ്പാൻ ശക്തിയുള്ള ദൈവശക്തി ഏത് പോരാട്ടങ്ങളുമേലും ജയം തരുവാൻ മതിയായവനാണ്. നാം നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ ചെന്നാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അതുകൊണ്ട് നാം കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ അവിടുന്ന് മതിയായവനാണ്. രോഗത്തെ സൗഖ്യമാക്കുവാനും പാപത്തെ നീക്കുവാനും കർത്താവ് മതിയായവനാണ്. പക്ഷവാതക്കാരനായ ഈ യൗവനക്കാരൻ അവൻ്റെ പാപം മോചിക്കപ്പെട്ടുകൊണ്ട് സൗഖ്യമുള്ളവനായി തീർന്നു. നാം ഇന്ന് പാപഭാരമായി നടക്കേണ്ടവരല്ല. പാപത്തിന് പരിഹാരം വരുത്തിയ കർത്താവിലേക്ക് നോക്കിയാൽ നമുക്ക് വിടുതൽ ലഭിക്കും. മാത്രമല്ല, അവിടെ നമ്മളെ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം കൊണ്ട് നിറയ്ക്കും. കർത്താവിൻ്റെ സമാധാനം ആവശ്യമെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുക, വിടുതൽ തീർച്ചയായിട്ടും ലഭിക്കും. അതിനായിട്ട് നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം.